ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നത് ഗവൺമെൻറ് ഈ ബില്ല് വിഡ്രോ ചെയ്യുമെന്നുള്ളതായിരുന്നു. എങ്കിലും തീരെ കുറഞ്ഞത് ഈ JPCക്ക് വിട്ടതിൽ ഞങ്ങൾ ഭാഗികമായിട്ടെങ്കിലും ഗവൺമെൻറ് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചതെന്നുള്ളതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. JPCക്ക് വിട്ടത് CBC അടക്കം ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് പറയാൻ പറ്റുമോ? JPCക്ക് വിട്ടത് കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു? CBCI FCRA അക്കൗണ്ടുള്ള NGOകളുടെ എല്ലാവരുടെയും പേരിൽ ഗവൺമെൻറ്റുമായിട്ട് അവർ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം തൊട്ട് CBCI സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. അവരുമായിട്ട് ഡയലോഗുകൾ നടത്തി. 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ അമിത് ഷാജിയെ കണ്ടു. 1 പ്രാവശ്യം കിരൺ റിജിജുജിയെ കണ്ടു, മൈനോറിറ്റി മിനിസ്റ്റർ. അവരോടെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ബില്ലിനെ പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്യണമെന്നായിരുന്നു. ഇനി അഥവാ അതിന് സാധിക്കുന്നില്ല എന്ന് വരികിൽ ഇതിനെ JPCക്ക് വിട്ടിട്ട് കൂടുതൽ ജനാധിപത്യപരമായ രീതിയിൽ കൂടുതൽ ആളുകളെയും പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേൾക്കാനും വേണ്ടത്ര രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ആക്കി തീർക്കുവാനായിട്ടാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നത് ഗവൺമെൻറ് ഈ ബില്ല് വിഡ്രോ ചെയ്യുമെന്നുള്ളതായിരുന്നു. എങ്കിലും തീരെ കുറഞ്ഞത് ഈ JPCക്ക് വിട്ടതിൽ ഞങ്ങൾ ഭാഗികമായിട്ടെങ്കിലും ഗവൺമെൻറ് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചതെന്നുള്ളതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എങ്കിലും ഇതിന് പൂർണ്ണമായ രീതിയിൽ ഇതിനകത്തുള്ള നിയമങ്ങൾ, കിരാതമായ നിയമങ്ങൾ മാറ്റുന്നതുവരെ നമ്മൾ മാറ്റുന്നതിനായിട്ട് ഗവൺമെൻറ്റിനോട് സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്ത ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന MPമാർ, പ്രതിപക്ഷാംഗങ്ങൾ അങ്ങേയറ്റം ഈ ബില്ലിനെ വിഡ്രോ ചെയ്യിക്കുന്നതിനായിട്ട് അറ്റ്ലീസ്റ്റ് JPCക്ക് വിടുന്നതിനായിട്ട് അവരും വളരെയധികം പരിശ്രമിച്ചു. അവരുടെ പരിശ്രമത്തിനും അവരെയും CBCI ഈ FCRAയുടെ ഫണ്ടിലല്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ പേരിൽ നന്ദി അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും. ഈ CBCI ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് വിഡ്രോ ചെയ്യണം എന്നാണ്. അപ്പോൾ ഇപ്പോഴുള്ള തീരുമാനത്തിൽ ഭാഗികമായി തൃപ്തിപ്പെടാൻ കഴിയുമോ? അറ്റ്ലീസ്റ്റ് ഇനിയും കേൾക്കാനുള്ള ഒരു സമയം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഭാഗികം എന്ന് പറയുന്നത്. അവര് ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് അവർക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വരികിൽ ഞങ്ങളാണെങ്കിലും പറഞ്ഞിരുന്നു, നിങ്ങൾ JPCക്ക് വിട്. JPCക്ക് വിടുമ്പോൾ നമുക്ക് വീണ്ടും അവരുമായിട്ട് സംവാദം നടത്തുവാനായിട്ടും അവർക്ക് നമ്മളെ കേൾക്കാനായിട്ടും ഉള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് അത്രയെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട് വിവാദമായിട്ടുള്ള, അതൊക്കെ JPCയിലൂടെ മാറ്റാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? നമ്മൾ കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നത്. അത് സാധിക്കില്ല, നമുക്ക് ഇതിന്റെ അവസാനം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു കമ്മിറ്റി ആവുമല്ലോ സ്വാഭാവികമായിട്ടും വരിക. അപ്പോൾ അതിൽ നിന്ന് ഏത് മട്ടിലാണ് ഒരു നീതി പ്രതീക്ഷിക്കാനാവുക? ആർക്കാണ് ഭൂരിപക്ഷം ഉണ്ടായിരിക്കുക എന്നോ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഗവൺമെന്റ് ഭൂരിപക്ഷമുള്ള കമ്മിറ്റി ആയിരിക്കാം. എങ്കിലും നമുക്ക് അവരുമായിട്ട് സമ്പാദിക്കാനായിട്ടും നമ്മുടെ ഡിമാൻഡുകൾ അവരുടെ മുന്നിൽ വയ്ക്കാനായിട്ടും നമുക്ക് പറ്റുമല്ലോ. അതൊരു എന്നാ പറയുന്നത്, അതിനൊരു നമുക്കൊരു ആശ്വാസമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നേരത്തെ വഖഫ് ബില്ല് JPCക്ക് വിട്ടപ്പോൾ കൂടുതൽ കർശനമാവുകയാണ് ചെയ്തത്. മാത്രമല്ല പ്രതിപക്ഷം പറഞ്ഞ പലതും കേൾക്കുകയും ചെയ്തില്ല. ആ ഒരു ആശങ്കയുണ്ട്. അപ്പൊ അങ്ങനെയാണ് വരാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. പലപ്പോഴും പല സാഹചര്യത്തിലും അങ്ങനെയാണ് കാണാറുള്ളത്. പക്ഷെ നമുക്ക് പ്രത്യാശയ്ക്കെതിരായിട്ട് നമുക്ക് പ്രത്യാശയുണ്ടല്ലോ. അടുത്ത നടപടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അവർ JPC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ വിളിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് സംവാദങ്ങൾ നടത്തും. അവരുമായിട്ട് നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, ഇത് കിരാതമായിട്ടുള്ള ഏത് തരത്തിലുള്ള നിയമമാണുള്ളത്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് എന്താണുള്ളത്, വ്യക്തി
വ്യക്തിപരമായ നമ്മുടെ ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് എന്താണുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഓർഗനൈസേഷന് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണുള്ളത്, അതെല്ലാം നമുക്ക് ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുവരെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.